ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഫിഷ് കറിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇന്നത്തെ ഫിഷ് കറി എന്ന് പറയുന്നത് നമ്മുടെ സ്രാവ് മുളകിട്ടതാണ്. നമുക്ക് ചോറിൻ്റെ കൂടെയും ചീനിയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണിത്. സ്രാവ് നമുക്ക് തേങ്ങ വറുത്തരച്ചും തയ്യാറാക്കാം. ഞാനിന്നിവിടെ സ്രാവ് മുളകിട്ടതാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇതിനായിട്ട് ഞാൻ ഒരു 1/2 കിലോ വെയിറ്റുള്ള സ്രാവാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം. ഇപ്പോൾ നമ്മുടെ സ്രാവ് നന്നായിട്ട് ക്ലീൻ ചെയ്ത ശേഷം കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, പിന്നെ ഒരു 6 ചുമന്നുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം എരിവുള്ള ഒരു പച്ചമുളകും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചേർക്കാനായിട്ട് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ഉപയോഗിക്കുന്നത്. പിന്നെ 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഒരു 3 കഷ്ണം കുടംപുളിയും കൂടെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയും കൂടെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസാണ് നമ്മുടെ മീൻ കറി തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ളത്. ഇനി നമ്മൾ കറി തയ്യാറാക്കുന്നത് ഇതുപോലൊരു മൺചട്ടിയിലാണ്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലോട്ട് 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ പൊട്ടി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് ചതച്ച് വെച്ച വെളുത്തുള്ളി, ഇഞ്ചി, ചുമന്നുള്ളി, പച്ചമുളക് ഇതെല്ലാം ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം. ഈ തക്കാളിയും കൂടെ നല്ലതുപോലെ ഒന്ന് വഴന്ന് വന്ന ശേഷം നമുക്കിതിലോട്ട് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ആദ്യമേ നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് കുരുമുളക് പൊടി, ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ പൊടികളുടെ എല്ലാം പച്ചമണമൊക്കെ ഒന്ന് മാറി കളറൊന്ന് ചേഞ്ച് ആവുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഈ പൊടികളുടെ എല്ലാം പച്ചമണമൊക്കെ മാറി കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം നമുക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച കുടംപുളി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ കറി നന്നായിട്ട് വെട്ടി തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്കിതിലോട്ട് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കിയ ശേഷം മൂടി വെച്ച് വേവിക്കാം. ഒരു 10 മിനിറ്റ് ആയപ്പോഴേക്കും നമ്മുടെ കുറുകിയ ചാറോട് കൂടി തന്നെ സ്രാവ് മുളകിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫിഷ് കറിയാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.